എന്തെടുക്കാണ്? പാട്ട് കേൾക്കുക. ആരുടെ പാട്ട്? മൈക്കിൾ ജാക്സൺ. ഓ, ക്രിസ്ത്യാനിയല്ലേ? അല്ല, നായരാ. മൈക്കിൾ ജാക്സൺ നായർ. അങ്ങനെ നോക്കിയെന്നേ. ആണോ? എന്തൊക്കെ അറിയണം. ഭഗവാൻ നോക്കുന്നു. ഭഗവാൻ നോക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നേരത്തെ എന്റെ നമോ പറഞ്ഞായിരുന്നു. ചെവിയിൽ ബീറ്റിട്ടായിരുന്നു. മാറ്റിപ്പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നീറാശാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുമാരനാശാൻ. അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. കമ്മിറ്റിയുടെ 1-2 ആലോചനായോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്തുന്ന സമ്പ്രദായം നിർത്തണം. തേവർ സാമനെ സാബ് ഒരുപോലെ ഹേന. സാമാനം എന്തേ? അല്ല, തേവര മുമ്പിൽ നമ്മളെല്ലാരും ഒന്നുപോലെ അല്ലേ എന്ന് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കില്ല നമ്മളിങ്ങനെ. തേവർക്ക് 1 2 അവിടെ ഇരിക്കട്ടെ. കണ്ട കള്ളന്മാർക്ക് ഒളിച്ചോടക്കാർക്ക് ഇവിടെ എന്ത് കാര്യം? കമൺ ഔട്ട്. അത് ശരിയാ. ഈ അമ്പലത്തിനെ നട വെച്ച തേങ്ങയും പടവലങ്ങി അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇവിടെ വലിയ കാര്യം. പെരുവത്ത് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ? പാറമേക്കാവിലെ ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച വെടിക്കെട്ട് വേലായുധൻ. ആദ്യം നീ നാട്ടിൽ നിൽക്കാം, അപ്പൊ അറിയാം. ആരാടാ ഇയാള്? അറിയാമല്ലേ, വെറുതെ കൈയടിക്കല്ലേ. വെടിക്കെട്ട് വേലായുധൻ കലക്കി. അടുത്തതായി ലൈറ്റ് ആൻഡ് ഷമോൺ. ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ. ഇലുമിനേഷൻ ബൾബാ? എടാ, മിന്നുന്ന ബൾബില്ലേ, കെടും ഓഫാവും. ബോംബെയിലൊക്കെ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഉത്സവത്തിന് ശബ്ദവും വെളിച്ചവും പകരാൻ ലൈറ്റ് ആൻഡ് ഷമോൺ ഏറ്റെടുത്തുകൊണ്ട് പെരുവത്ത് കടവിന്റെ മണ്ണിലേക്ക് ഇതായി എത്തുന്നു ഫിലമൻ ഫിലിപ്പ്. വന്നു. ഈ കട്ടി ഒന്ന് മാറ്റൂ. പരിഷ്കാരി. നന്മ നിറഞ്ഞ പെരുവത്ത് കടവ് നിവാസികളെ, നിങ്ങളുടെ അറിവിലേക്കായി 2 വാക്ക്. ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ. അയാൾ ആലോകാരനായിരുന്നോ? തമാശക്കല്ലേ? നിനക്കെന്താ കണിക്കടുണ്ടോ? ആ കുന്തു അങ്ങ് ഊരിക്കളഞ്ഞു. ബോംബെയിലെല്ലാരും വെക്കൂലോ ചുമ്മാ. പ്രിയമുള്ളവരെ, നമ്മുടെ ഐസക്കിന് വെറും ഒരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. ഇവന് ഉദ്ദേശിച്ച കറുപ്പൊന്നുമില്ലാട്ടോ. ഇത് കൂടെ നോക്കി ഇവനെ കാണൂല. നടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരാശയം. അവന്റെ ഒരു എഡിസൺ ഇലൂമി പിടിച്ച സർവേക്കല്ല കാക്കതൂറിയ പോലെ നിന്റെ 32 പല്ലുണ്ടല്ലോ, അത് അടിച്ച് താഴിടും. എന്തേട്ടാ, സയൻസ് ഇഷ്ടല്ല? അല്ല, ഇത് എവിടുത്തെ ഇടപാടാ? ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി നടത്തുന്നത് ഞങ്ങളാ. പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അയ്യോ, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയ കുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്. അതാണ്. ഓ, അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങൾ മറിച്ചത്. എടാ, കുറെ നാളായല്ലോ നീയൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരിൽ. എടാ, ഇപ്രാവശ്യം ഞങ്ങൾ നല്ല 1-ാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോകുന്നത്. മക്കള് ഞങ്ങളുടെ ഇല്ലുമിനേഷൻ കണ്ട് പിന്നെ നിന്റെ ഒക്കെ ഇലുമിനേഷൻ അവിടെയാണല്ലോ കാണാൻ. അവന്റെ ഫീസ് പോയി. അതെ, എല്ലാ കൊല്ലവും പാലാട്ടരക്കാരല്ലേ നടത്തുന്നത്. ഈ കൊല്ലം 2 കൂട്ടരും കൂടി നടത്തട്ടെ. നമുക്ക് ഉത്സവമല്ലേ വലുത്. അയ്യോ, അങ്ങനെ 2 കൂട്ടരും കൂടെ ഉണ്ടാക്കണ്ട. എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. എന്നാ നീ ഉണ്ടാക്കും. നിനക്ക് ഉണ്ടാക്കണ കാണണോ? ഓ, നീ വീണ്ടും ഉണ്ടാക്കുവോ? പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണമെന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ ബോംബെ ചോദിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത്തവണ വെമ്മാരതങ്ങ് നടത്തും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? പിടിയടാ, മുണ്ട് മുടക്കി കുത്തുകേണ്ടതെന്നാ മതി.
ചെറാട്ടാ വെറുതെ എന്റെ ധൈര്യം ടെസ്റ്റ് ചെയ്യരുത്. കാര്യഭൂതമേ ഞാനാ നീ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കിരി കാണിക്കണ കേട്ടാ. നീ കൂടുതൽ ഉണ്ടാക്കണ്ട ഇത് വെച്ച്. ആ കൊണ്ടുപോയിക്കോ കമ്പനി ചേട്ടാ. നീ അവന്റെ മൈക്കും കൊണ്ട് എന്നാലും എന്നെ മാധവേട്ടാ ആ മിന്നുന്ന ബൾബിന്റെ പേരിൽ അവന്മാര് നമ്മളെ ചവിട്ടി ഇറക്കിയല്ലോ. ഞാൻ കിളിപ്പീര് ജോസ് ആണ്, കീരിക്കാടൻ ജോസിന്റെ ഫാൻ ആണ്, കർത്താവാണ്, അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല. കീരിക്കാടന്റെ കിണ്ടി എടാ അപ്പൊ കയറി പൊട്ടിക്കണ്ടായിരുന്നു. അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. ഓ ഉണ്ടായിരുന്ന നീ മലത്തിയനെ. ഇതാ ഒരു മറ്റവന്മാരുടെ കമ്മിറ്റിക്കാൻ വരാത്തത്. ചുമ്മാ പിക്കി തോണ്ടി നക്കി മൊണ്ണകള്. നീ കളിക്കല്ലേ, നീയോ ലിസ്റ്റ് ഉണ്ട്. കണ്ട മിന്നിത് കണ്ട. എടാ നീ കണ്ടില്ലേ? എടാ കേക്ക നീ ഇറക്കുന്നു അവിടെ വെച്ചേ. എടാ നമ്മളെ ഒഴിവാക്കി അവന്മാരിവിടെ മിന്നിക്കുന്നത് നമുക്കൊന്ന് കാണണം. എടാ ഉത്സവമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവന്മാരുടെ തെറിയും കേട്ട് കിട്ടേണ്ട പണിയും പോയി തലവടി മുണ്ട് കിട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. കൊടുക്കുന്നുണ്ട് ഞാൻ, നല്ല പണി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കിടന്ന് ചാവാതറ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവൻ മാർക്കറ്റ് 2 പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കൂ. പൊട്ടിക്ക. പക്ഷെ ഇപ്പോഴല്ല, 10ാം ഉത്സവത്തിന്റെ അന്ന്, ആറാട്ടിന്റെ അന്ന് നാടൻ തല്ല്. അതാണ് നാട്ടു നടപ്പ്. അത് മതി. ഓക്കെ. ഈ അടിക്കാനും പിടിക്കാനും പോകുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഉത്സവത്തിന് പടവറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെന്താ? ഇന്നാണെങ്കിൽ ഇൻസ്പെക്ഷൻ വന്നവന്മാര് മൂത്രപ്പര ശരിയില്ലെന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതെ പോയി. അതിന് ഈ 2 മണിക്കൂർ മുള്ള പോരെ. ഞാനും അത് പറഞ്ഞു നോക്കിയതാ. ആവന്മാർ മുള്ളിച്ചേ അടങ്ങും. ഈ പഞ്ചായത്തുകാരുടെ ഒരു പിടിവാശി. വിനയ് ഭായി, ഈ പച്ച നീലവയറ് കൊടുക്കണോ അതോ അപ്ലൈക്ക് കൊടുക്കണോ? നിന്റെ മറ്റേടത്ത് നീ എന്റെ മേടിക്കും കേട്ടാ. സബൂർ ഭായി നീ പറഞ്ഞിട്ടുണ്ടോ? എടാ കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം ശരിയായിട്ടുണ്ട്. പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ വാടക എടുക്കേണ്ടി വരും. അതിനും ഭഗവാനെ തന്നെ കാണേണ്ടി വരും. അതിനുള്ള വഴിയാ ആ പന്നികൾ അടച്ചത്. ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കണ്ടേ? എനിക്ക് ഉറപ്പാ ഇത് അയാളെ മനഃപൂർവ്വം നമുക്കിട്ട് പണിതാ. മാധവ, അയാളോട് കാശ് ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ. സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെയുള്ള തോണ്ടിക്കൊണ്ടു പോകും. അത് ശരിയാ. പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പടം ഇറക്കിയേ പറ്റൂ. മരിക്കോ? പേടിക്കണ്ട. ഇത് കൂട്ടിമുട്ടുന്നോടുകൂടി പ്രാവശ്യത്തെ KCB അവാർഡ് എനിക്കാണോ? കണ്ട കഴിവറ മോനെ. ആദ്യം പോലെ ഞാൻ പറയണ ഉണ്ടാക്കല്ലോ അവന്റെ ഒരു